നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നടങ്കം ചോദിക്കുന്നതാണ്. ഇപ്പോഴിതാ 21 വയസ്സുകാരന്റെ കുത്തേറ്റ് 22കാരൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോളേജ് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്ന സംഭവം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. കൊല്ലം ഉളിയാക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത്. കാറിലെത്തിയ ആളാണ് ആക്രമിച്ചത് എന്നാണ് ഇയാളുടെ പേര് വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മരണപ്പെട്ട ഈ ഒരു വിദ്യാർത്ഥിയുമായി 21 വയസ്സുകാരൻ ഫെബിനുമായി ഏറ്റവും അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്ന തേജസ് എന്ന 22 വയസ്സുകാരനാണ് കൊല്ലപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം നടത്തിയത് തേജസ് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ സഹോദരനെയാണ് ഈ തേജസ് കുത്തിക്കൊന്നത് എന്നുള്ളതാണ്. അതായത് ഈ തേജസും ഈ സഹോദരിയും തമ്മിൽ, ഈ പെൺകുട്ടിയും തമ്മിൽ കുറെ നാളുകളായി പ്രണയത്തിലായിരുന്നു. അത് മാത്രമല്ല ഇരുവരുടെയും വീട്ടുകാർ തമ്മിൽ വളരെയധികം സൗഹൃദത്തിലായിരുന്നു. ഈ സൗഹൃദം ആണ് ആദ്യം ഈ വീട്ടുകാർ തമ്മിലുള്ള സൗഹൃദമാണ് പിന്നീട് നിരന്തരം ഇവർ വീടുകളിൽ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം ഈ തേജസ് ഈ വീട്ടിൽ വരുന്ന ഒരു ഘട്ടമുണ്ട്. എന്നാൽ പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടി താനുമായുള്ള ബന്ധം വേണ്ട എന്ന് വെക്കുകയായിരുന്നു, തേജസുമായുള്ള ബന്ധം വേണ്ട എന്ന് വെക്കുകയായിരുന്നു. പക്ഷെ എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. പക്ഷേ പിന്നീട് നിരന്തരം ഈ പെൺകുട്ടി ഈ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയപ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി തന്നെ ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം ഇയാൾ ശല്യപ്പെടുത്തിയപ്പോൾ, തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയപ്പോൾ ഇനി മേലാൽ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ വീട്ടുകാർ ഈ തേജസിന് വാർണിംഗ് നൽകിയിരുന്നു. അത് മാത്രമല്ല ഇതിന്റെ പേരിൽ തേജസും ഈ ഫെബിനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വാക്കുതർക്കം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിന് പുറത്താണ് ഈ തേജസ് ഇന്നലെ വൈകുന്നേരം 6:30 ഈ ഫെബിന്റെ വീട്ടിലെത്തി കുത്തി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് വന്നപ്പോൾ എല്ലാം തന്നെ വ്യക്തമായി കണക്ക് കൂട്ടി പ്ലാൻ ചെയ്താണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതും. കൊലപാതകം മാത്രമല്ല, പിന്നീട് താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി താൻ പിടിക്കപ്പെട്ടാൽ തന്റെ വീട്ടുകാർക്ക് കൂടി അത് നാണക്കേടാണ്. ഒന്നാമത്തെ കാര്യം, അച്ഛൻ ഒരു ഗ്രേഡ് SI കൂടിയാണ്. അത് വീട്ടുകാർക്ക് വലിയൊരു നാണക്കേടാവും തന്നെ ഈ കൊലപാതകത്തിൽ പിടിക്കുകയും പിന്നീട് അവളുടെ മുന്നിൽ ഞാനൊരു കൊലപാതകയായി വന്ന് നിൽക്കേണ്ട കാര്യം എനിക്കില്ല എന്നുകൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇയാൾ ആത്മഹത്യ കൂടി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പോലീസിലെ ഒരു ഗ്രേഡ് SIയുടെ മകൻ കൂടിയാണ് തേജസ്. ഇത് പോലീസിനും ഞെട്ടലായിരിക്കുകയാണ്. ഫാത്തിമ മാതാ കോളേജിലെ BCA വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ. ഫെബിനെയും കുടുംബത്തെയും തേജസിന് അടുത്തറിയാം. ഈ കുടുംബത്തോടുള്ള പകയായിരുന്നു കൊലയ്ക്ക് കാരണം. ഫെബിനെ കുത്തിയ ശേഷം ആക്രമി ട്രെയിനിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുകയെന്നാണ് വിവരം. കൊല്ലം കടപ്പാക്കടിയിൽ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാതയ്ക്ക് സമീപം ഒരു കാറും നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തേജസിന്റെ തന്നെ എന്നാണ് വ്യക്തമാവുന്നത്. ഫെബിന്റെ കുടുംബത്തോട് തേജസിന് വൈരാഗ്യമുണ്ടായിരുന്നു. ഫെബിന്റെ അടുത്ത ബന്ധുവിന്റെ ആൺ സുഹൃത്തായിരുന്നു തേജസ്. തേജസുമായുള്ള ബന്ധത്തെ ഫെബിൻ എതിർത്തിരുന്നു. ഇതാണ് പകയ്ക്ക് കാരണം. രാത്രി 7 മണിയോടെ ആയിരുന്നു സംഭവം. ഉളിയക്കോവിലിലെ വീട്ടിലായിരുന്നു ഫെബിൻ ഉണ്ടായിരുന്നത്. വീട്ടിലേക്ക് കയറി വന്ന തേജസ് ആദ്യം ആക്രമിച്ചത് ഫെബിന്റെ അച്ഛനെയാണ്. പിന്നീട് ആക്രമണം ഫെബിന് നേരെയാവുകയായിരുന്നു. ഈ വീട്ടിലേക്ക് മുഖം മറച്ചെത്തുകയായിരുന്നു തേജസ്. വെള്ളക്കാറിലെത്തിയ ആളാണ് ആക്രമണം നടത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ ആദ്യം പറഞ്ഞത്. പിന്നാലെയാണ് കടപ്പാക്കട്ടിയിൽ കാറ് കണ്ടെത്തിയത്. പോലീസുകാരന്റെ മകനായതുകൊണ്ട് തന്നെ തേജസ് രാജിനെ ഉടനെ തിരിച്ചറിഞ്ഞു. ഫെബിനും തേജസും തമ്മിലുള്ള പ്രശ്നവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫെബിന്റെ അച്ഛനും അമ്മയും കുത്തിയ ആളിനെ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് പോലീസിന് നിർണായക വിവരമായി മാറി. ഫെബിന് കഴുത്ത്, കൈ, വാരിയെല്ല് എന്നിവിടങ്ങളിലാണ് കുത്തേറ്റത്. തടയാൻ ശ്രമിച്ച പിതാവിന് വാരിയെല്ലിനും കൈക്കും ഈ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കടപ്പാക്കട്ട റെയിൽവേ ട്രാക്കിലാണ് നീണ്ടകര സ്വദേശി തേജസ് രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ പാതയ്ക്ക് സമീപം ഒരു കാറും നിർത്തിയിട്ട നിലയിലുണ്ട്. കാറിനകത്തും ചോരപ്പാടുകളാണുള്ളത്. മരിച്ചയാൾ ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥി ഫെബിൻ ജോർജ് ഗോമസിന്റെ കൊലയാളിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പിന്നാലെയാണ് കൊലപാതകി ആര് എന്ന് വ്യക്തമായത്. ഫെബിന്റെ അടുത്ത ബന്ധുവിനൊപ്പം തേജസ് രാജ് പഠിച്ചിരുന്നു. ഇത് അടുത്ത സൗഹൃദത്തിലേക്ക് പോവുകയായിരുന്നു. ഇതിനെ എതിർത്ത പകയാണ് തേജസ് തീർത്തത്. ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട യുവതിയെ തേജസ് ശല്യപ്പെടുത്തി വീട്ടുകാർ വിലക്കുകയും ചെയ്തിരുന്നു. ഇതിലുള്ള വൈരാഗ്യം യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തി തീർക്കുകയായിരുന്നു. യുവതിയുടെ അച്ഛൻ ജോർജ് ഗോമസ് കുത്തേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നോ എന്നും സംശയമുണ്ട്. കോഴിക്കോട് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയാണ് ഫെബിന്റെ സഹോദരി. പെട്രോളുമായി തേജസ് രാജ് വീട്ടിലെത്തിയത് അവിടെയുള്ള എല്ലാവരെയും കത്തിക്കാനായിരുന്നുവെന്ന് ആണ് വ്യക്തമാകുന്നത്. പക്ഷേ
ഫെബിനും അച്ഛനും തീർത്ത പ്രതിരോധത്തിൽ വീട് കത്തിക്കാൻ നടക്കാതെ പോയിരുന്നു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇന്നലെ സന്ധ്യയ്ക്ക് 6:38 കൂടിയാണ് തേജസ് രാജു ആദ്യം ഫെബിൻ ഗോമിന്റെ വീട്ടിൽ നിന്ന് കാറിലെത്തിയത്. റോഡിൽ ആളുകൾ ഉണ്ടായിരുന്നതിനാൽ തന്നെ അപ്പോൾ മടങ്ങി. 6:45 കാറ് വീണ്ടും ഫെബിൻ ഗോമസിന്റെ വീട്ടിൽ നിന്ന് 100 മീറ്റർ അപ്പുറം എത്തി. കാറിൽ നിന്ന് വീട്ടിലേക്ക് തേജസ് രാജു മടങ്ങി. 7:05 കുത്തേറ്റ ഫെബിൻ തോമസ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയോടി. തൊട്ടു പിന്നാലെ തേജസ് രാജു ഓടിയെത്തി കാറിൽ കയറി. അമിത വേഗത്തിൽ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ കാറ് സമീപത്തെ വൈദ്യുതി തൂണിൽ ഇടിച്ചു. വീണ്ടും പിന്നോട്ടെടുത്ത ഈ കടപ്പാക്കട്ട ഭാഗത്തേക്ക് സഞ്ചരിച്ചു. 7:15 ചെമ്മാമുക്ക് ROBക്ക് താഴെ കാറിലെത്തി. 6:30 ട്രാക്കിന് സമീപം കാത്തുനിന്ന തേജസ് ട്രെയിനിന് മുന്നിലെടുത്ത് ചാടുകയായിരുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്ന കൊല്ലപ്പെട്ട ഫെബിൻ തോമസ്. നാട്ടിൽ കാര്യമായ സൗഹൃദങ്ങൾ ഇല്ലായിരുന്നു. കോളേജിലെ തർക്കമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നാണ് ആദ്യം പ്രചരിച്ചത്. ഫെബിനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നീടാണ് കുടുംബം ഒന്നടങ്കം അതിനോടുള്ള പകയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് യുവാവ് വ്യക്തമാക്കി. ഈ കുടുംബത്തെ ഒന്നടങ്കം തീർക്കാനാണ് യുവാവ് എത്തിയത് എന്ന വിവരമാണ് പിന്നീട് പുറത്തുവന്നത്. പർദ്ദ ധരിച്ച ഫെബിന്റെ വീട്ടിലെത്തിയ തേജസ് ആദ്യം കോളിംഗ് ബെല്ല് അടിക്കുകയായിരുന്നു. ഫെബിന്റെ അച്ഛനാണ് വാതിൽ തുറന്നത്. അദ്ദേഹത്തെ ആക്രമിച്ച പ്രതി ശബ്ദം കേട്ട് ഓടിയെത്തിയ ഫെബിനെ കുത്തി വീഴ്ത്തുകയായിരുന്നു. തേജസിന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു. ഇത് വീട്ടിലേക്ക് ഒഴിക്കാനും ഇയാൾ ശ്രമിച്ചു. പക്ഷേ തീ കത്തിക്കാനായില്ല. കുത്തേറ്റ് പിടഞ്ഞ ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. ഫെബിനും അമ്മയും അച്ഛനുമാണ് ഉളിയക്കോവിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. ഫെബിനെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇത് പാളിയാൽ പ്ലാൻ ബിയും തേജസ് തയ്യാറാക്കി വെച്ചിരുന്നു. ഇതുകൊണ്ടാണ് പെട്രോളും കത്തിയും തേജസ് വീട്ടിലേക്ക് വന്നത്. കൊലപാതകത്തിന് ശേഷം കത്തി ഉപേക്ഷിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 3 കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ തേജസ് കൈനരം മുറിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ഇതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി തേജസ് ജീവനൊടുക്കി. കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SI രാജുവിന്റെ മകൻ കൂടിയാണ്. ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയാണ് തേജസ്. ഇവിടെ വെച്ചാണ് ഇവരുടെ സൗഹൃദം തുടങ്ങിയത്. ഫെബിന്റെ നെഞ്ചത്തും വാരിയിലും കഴുത്തിലും തേജസ് കുത്തി. ഫെബിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഫെബിൻ BCom 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പാർട്ട് ടൈമായി സൊമാറ്റോ ഡെലിവറി ഏജന്റായി ജോലി ചെയ്യുന്നുണ്ട്. ഫെബിനെയും പിതാവിനെയും കുത്തിയ ശേഷം തേജസ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് തന്റെ കാറുമെടുത്ത് കടപ്പാക്കട്ട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തുകയായിരുന്നു. തേജസിന്റെയും ഫെബിന്റെയും വീട്ടുകാർ തമ്മിൽ അടുത്ത സൗഹൃദമാണ് ഉണ്ടായിരുന്നത്. ഫെബിന്റെ വീട്ടിൽ മുമ്പും തേജസ് വന്നിട്ടുണ്ട്. ഫെബിന്റെ വീടിനടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. ഇതിന്റെ ബഹളത്തിലും സന്തോഷത്തിലുമായിരുന്നു ഉളിയാക്കോവിലുള്ള നാട്ടുകാരെല്ലാം. ഇതിനിടയിലാണ് തേജസിന്റെ ക്രൂരത നാടിനെ നടുക്കിയത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തുവരുന്ന വാർത്തകൾ പോലെ തന്നെ ഞെട്ടലോടുകൂടിയല്ല നമുക്കിത് കേൾക്കാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായ പല വാർത്തകൾ അല്ലെങ്കിൽ പല കൊലപാതകങ്ങളും അല്ലെങ്കിൽ പല ആത്മഹത്യയും ഈ ഒരു കേസിൽ ഒന്നിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അഫാൻ ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തിനെയും ഈ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മാത്രമല്ല മറ്റൊരിടത്ത് ഇവിടെ കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് സ്വന്തം 2 മക്കളുമായി 2 പെൺമക്കളെയും കൂട്ടി അമ്മ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു. ഇവിടെ ആ 2 സംഭവവും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സുഹൃത്തിനെ കുത്തിക്കൊന്നതിന് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്യാൻ തിരഞ്ഞെടുത്തതും ട്രെയിൻ തന്നെയാണ്. സമീപകാലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ ആളുകളിലേക്ക് വലിയ രീതിയിൽ തന്നെ അവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇത്. എല്ലാവരും ക്രിമിനലായി മാറുന്നു, ക്രിമിനലായി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ കൂടി തെളിവ് കൂടിയാണ്. 21 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ 2 യുവാക്കൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു വെറും ഒരു പകയുടെ പേരിൽ ഇങ്ങനെ കുത്തിക്കൊല്ലേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ തേജസ് ഫെബിനെയും മാത്രമല്ല ഫെബിന്റെ വീട്ടിലെ 2 പേര് ഫെബിനെയും ഫെബിന്റെ അച്ഛനെയും അമ്മയെയും ഒരുമിച്ചകത്ത് വീടിനകത്തിട്ട് വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനാണ് പ്ലാൻ പദ്ധതിയും തയ്യാറാക്കിയത്. എന്നാൽ അത് പാളിപ്പോയ സാഹചര്യത്തിൽ തന്റെ ഈ വരവ് വെറുതെയാകരുത് എന്നോർത്ത് താൻ വിചാരിച്ച കാര്യം നടക്കണമെന്നോർത്ത് പ്ലാൻ ബിയും കയ്യിൽ കരുതിയിരുന്നു. അതായത് കത്തി കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ ഫെബിനെ കണ്ട് ഭയന്നിട്ടുണ്ടായിരിക്കാം. അവർ വണ്ടി എടുത്തപ്പോൾ തന്നെ പുറകിലേക്കുള്ള പോസ്റ്റിൽ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചതും ഫെബിൻ ഈ തേജസ് പകച്ചു പോയിട്ടുണ്ടാകാം. അങ്ങനെയാണ് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് പോയത്. റെയിൽവേ ട്രാക്കിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഫെബിൻ സ്വയം കൈഞ്ഞരമ്പ് മുറിച്ചിരുന്നു. അതിനുശേഷമാണ് ട്രാക്കിലേക്ക് എടുത്തു ചാടിയത്. ഉടനെ തന്നെ വന്ന ട്രെയിൻ തട്ടുകയായിരുന്നു തേജസിനെ. അതിനു മുന്നേ തന്നെ ഈ പെൺ സുഹൃത്തിനെ എന്തുകൊണ്ട് ഈ സൗഹൃദം
വിലക്കിയ ആൺ സുഹൃത്തിനോട് പക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. ഈ പെൺ സുഹൃത്തിനോട് പക തോന്നിയിരുന്നില്ല. ഇനി ഈ പെൺ സുഹൃത്തിനെ കൊല്ലാനും ഈ തേജസ് പദ്ധതി ഇട്ടിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ തേജസിന്റെ ഫോൺ കൂടി പരിശോധിക്കുമ്പോൾ കൂടുതലായി വ്യക്തമാകും. ഇനി വ്യക്തമായാലും മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ കേസ് ഇവിടെ വെച്ച് അവസാനിക്കും. കാരണം കൊന്നയാളും കൊല്ലപ്പെട്ടയാളും ഒക്കെ തന്നെ മരണപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇനി കൂടുതൽ വിവരം കൃത്യമായി അറിയേണ്ടതുണ്ട്. ആ പെൺകുട്ടിയെ കൂടി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്.